ഈ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോലയിലാണ് ഷിരൂരിൽ ഈ മണ്ണിടിച്ചിലുണ്ടായതും ഈ അർജുൻ്റെ ലോറി മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നതും. അവിടെ നമ്മുടെ മാപ്പിൻ്റെ സഹായത്തോടെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് എന്താണ് അവിടെ സംഭവിച്ചെന്ന് TK റീജിത്ത് നമ്മോടൊപ്പം ചേർന്ന് വെളിപ്പെടുത്തുന്നു. ഇത്തരം വിശദാംശങ്ങൾ പുതിയതായി വന്ന പ്രേക്ഷകർക്കും ഈ നാഷണൽ ഹൈവേയിൽ ഈ ഇടത്താവളത്തിൽ ലോറി ഡ്രൈവേഴ്സൊക്കെ വിശ്രമിക്കുന്ന ഈ സ്ഥലത്ത് എന്താണ് കൃത്യം സംഭവിച്ചെന്നറിയാൻ ഈ മാപ്പിൻ്റെ സഹായത്തോടെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. TK റീജിത്ത്, ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്കൾക്ക് തുടങ്ങാം. താങ്ക് യു SK. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നമ്മൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. അതിനിടയിൽ ആ അപകടം നടന്ന പ്രദേശം, അതിൻ്റെ ഗൂഗിൾ മാപ്പ്, ഏത് തരത്തിലാണ് അപകടം നടന്നത് എന്നുള്ളത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അല്പം കൂടി വ്യക്തമായി ആളുകൾക്ക് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് യാന കർവാർ റോഡാണ്, ദേശീയപാത 66. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള മലയാണ്, വലിയ കുന്നാണ്. റോഡ് കഴിഞ്ഞതിന് ശേഷം ഗംഗാവലി പുഴ, ഇവിടെ നിന്നാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഈ റോഡിലേക്ക് വീണ് അവിടെ നിന്നും കടന്ന് ഗംഗാവലി പുഴയിലേക്ക് മണ്ണ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള താലൂക്കിലുള്ള ദേശീയപാത 66, അതിൽ നിന്നുള്ള അതിൻ്റെ ഗൂഗിൾ മാപ്പ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലാണ് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇവിടെ ഈ റോഡിൻ്റെ സമീപത്തായി ചെറിയ ചില ചായക്കടകളൊക്കെ ഉണ്ട്. അത് ഈ ലോറി ഡ്രൈവർമാരെയൊക്കെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതുമാണ്. ചെറിയ രീതിയിലുള്ള ചായക്കടകളാണ്. അവിടെ എത്തി ചായ കുടിക്കാൻ, അതുപോലെ ഈ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ, ഫ്രഷ് ആവാനൊക്കെ ഈ ഒരുപാട് ലോറികൾ, വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്താറുണ്ട്. അങ്ങനെ അതിനിടയിൽ തന്നെയാണ് ഈ അപകടവും നടന്നിട്ടുള്ളത്. കുന്നിനോട് ചേർന്ന ഭാഗത്താണ് ചായക്കടയുള്ളത്, ഞാൻ സൂചിപ്പിച്ച ചായക്കട. അതും ഈ അപകടത്തിൽ പെട്ടിട്ടുള്ള ചായക്കടയാണ്. അവിടെ വണ്ടി നിർത്തുക, ചായ കുടിക്കുക, വിശ്രമിക്കുക എന്നുള്ളതൊക്കെ പതിവാണ്. അതിനിടയിലാണ് രാവിലെ ഈ അപകടമുണ്ടാകുന്നത്, വലിയ അപകടമുണ്ടാകുന്നത്. ഈ അർജുൻ്റെ ലോറി ഈ മണ്ണ് കുത്തിയൊലിച്ചെത്തിയതോടുകൂടി ഈ ലോറിയിലേക്ക്, ഈ പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ആദ്യഘട്ടത്തിൽ സജീവമായി നിന്നിരുന്നു. പിന്നീടാണ് നമ്മൾ കരയിൽ നടത്തിയ തെരച്ചിൽ, സിഗ്നൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ചില വിവരങ്ങൾ, അതുപോലെ GPS-ൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത് ഈ ഭാഗത്ത് തന്നെയുണ്ട്, പുഴയിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സംശയം വീണ്ടും ചില വിവരങ്ങൾ കൂടിയൊക്കെ, കരയിൽ നമ്മൾ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ വിവരങ്ങളൊന്നും, ലോറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഗംഗാവലി പുഴയിലേക്ക് കൂടി തെരച്ചിൽ വീണ്ടും സജീവമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജൂലൈ 16-നാണ്, പ്രേക്ഷകർക്കറിയാം, രാവിലെ 8:30 കൂടിയാണ് വലിയ മൺകൂന ഇടിഞ്ഞു വീഴുന്നത്. വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അർജുൻ്റെ വാഹനം മാത്രമല്ല, മറ്റാരൊക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായുള്ള ഈ മലയുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞിട്ടുള്ളതായി കാണാം. അത് ഈ അപകടവുമായി ബന്ധപ്പെട്ടല്ല. അതിനു മുമ്പ് മോശം കാലാവസ്ഥയെ തുടർന്നൊക്കെ വലിയ രീതിയിൽ ഈ പാതയിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്നതൊക്കെ സാധാരണ കാണാറുള്ളതാണ്. പക്ഷേ ഇത്രയും വലിയൊരു അപകടം, അതാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇനി പുഴയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഗംഗാവലി റിവറിൻ്റെ കാര്യം പരിശോധിച്ചാൽ അവിടെ 25 അടിയിലേറെ ആഴമുള്ള പുഴയാണ്, വലിയ കുത്തൊഴുക്കുള്ള പുഴയാണ്. പ്രേക്ഷകർക്കറിയാം, ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമായി നിൽക്കുന്ന സാഹചര്യമാണ്. അതിശക്തമായി മഴ അവിടെ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുത്തൊഴുക്ക് സജീവമായി തന്നെ ഉണ്ട്. നദിയിൽ മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ അപകടത്തിൽ ചില മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് ഈ പുഴയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ, ഏതാണ്ട് 10-30 കിലോമീറ്ററുകൾ അകലെ നിന്നൊക്കെ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. 2 ദിവസം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ലോറിയുടെ എൻജിൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പുഴയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പുഴയിൽ കൂടി സജീവമായി അതിൻ്റെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഈ അപകടത്തിന് വഴിയൊരുങ്ങിയത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. ഹൈവേ വികസനത്തിന് വേണ്ടി മല കുത്തനെ ചെത്തിയത് അപകടത്തിന് കാരണമായി എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. അല്പം കൂടി ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അതിൻ്റെ സ്ട്രീറ്റ് വ്യൂവിലേക്ക് കൂടി പോവുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് കാണാം, ഈ മലയുടെ സൈഡ് ഭാഗത്തായി ഇങ്ങനെ ലോറികൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ്. അവർക്ക് വിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ചായക്കട പോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചായക്കടകളൊക്കെ ഈ 2 ഭാഗങ്ങളിൽ, ഈ റോഡിൻ്റെ 2 ഭാഗങ്ങളിലായി നമുക്ക് കാണാനും കഴിയും. എന്തായാലും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഈ രീതിയിലാണ്, വലിയ രീതിയിൽ മല ഇടിഞ്ഞാണ് അവിടെ അപകടമുണ്ടായിരിക്കുന്നത്. സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലും ഇനിയും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഭാഗങ്ങളിൽ നേരത്തെയും ഒക്കെ ചെറിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നുണ്ട്. അത് ഈ
പാതയിലൂടെ സഞ്ചരിച്ചാൽ പല ഭാഗങ്ങളിലുമായി നമുക്ക് കാണാം ഈ മല ഇടിഞ്ഞ് മണ്ണ് ചെറിയ രീതിയിൽ ഇടിഞ്ഞ് അവിടെ ഗതാഗതം തടസ്സപ്പെടുക എന്നുള്ളതൊക്കെ പതിവാണ്. പക്ഷേ ഇത്രയും വലിയൊരു അപകടം, വലിയ ഈ കടയും ലോറികളും ഒക്കെ ഒലിച്ചു പോകുന്ന നില, അത് വലിയൊരു ഞെട്ടൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രദേശത്തുള്ളവർക്ക്. ഒന്നാകെ തന്നെ ആ രക്ഷാ ദൗത്യ സംഘത്തിന് എന്തായാലും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രതീക്ഷയോടുകൂടി നമ്മൾ തെരച്ചിൽ തുടരുന്നു. ടി കെ റിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏകദേശം ആ സ്ഥലത്തെക്കുറിച്ചൊരു ഭൂമിശാസ്ത്രപരമായ ധാരണ നമുക്കുണ്ടാക്കാൻ റിജിത്തിൻ്റെ വിശകലനത്തിന് കഴിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു.